Once Upon a Time Season 4, a stand-up for girls, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. ശരി, അതെപ്പോഴും ലൈഫ് നമുക്ക് തരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റാണ്. നിങ്ങളൊരു കാര്യം ചെയ്തു നോക്കൂ, എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ച് നോക്കൂ. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഗിഫ്റ്റിംഗ് അവർ സെൽഫ് സംതിങ്. അപ്പോൾ അതുപോലെ തന്നെ ഫൺസ് അപ്പോൺ എ ടൈം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചിരി നിമിഷങ്ങളിലൂടെ നല്ലൊരു സമ്മാനം നൽകാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിറഞ്ഞ മനസ്സോടുകൂടി ഇത് സ്വീകരിക്കും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ഒരു പുതുപുത്തൻ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഏവർക്കും സ്വാഗതം. വഴികളിലെ മത്സരത്തിനൊടുവിൽ വിജയികളെ കാത്തിരിക്കുന്ന സമ്മാനങ്ങൾ നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് ആൻഡ് പറക്കാട് നേച്ചർ റിസോർട്ട് ആൻഡ് ഹോട്ടൽസ് ആണ്. And we have two wonderful judges. നമുക്ക് അവരെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. Let's welcome രമേശ് പിഷാരടി and രചന നാരായണൻ കുട്ടി. ഈ അവതരണത്തിൽപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ, രാവിലെ എണീറ്റ് ഉടനെ കണ്ണാടി നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ അത് അവനവന് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണെന്ന്. ഈ ഗിഫ്റ്റ് കൊടുക്കാറുണ്ടോ അതോ വെറുതെ ഗൂഗിളിൽ നോക്കി ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ ഒരു കാര്യം കണ്ടുപിടിച്ച് പറഞ്ഞതാണോ? എവിടെ കണ്ടാലും ഞാൻ നോക്കിയിട്ടൊക്കെ പോകാറുള്ളൂ. ഞാനും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒന്ന് കണ്ണാടിയൊക്കെ നോക്കി ഒരു അല്ല, പുറത്തിറങ്ങുന്നതിന് മുമ്പ് എല്ലാ മനുഷ്യരും ഒന്ന് കണ്ണാടി നോക്കും. ഞാൻ ചോദിച്ചത് അതല്ല, രാവിലെ എണീറ്റ് ഉടനെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കാണിക്കുന്ന ഒരു കണ്ണാടി നോട്ടമാണോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മള് മനുഷ്യര് പൊതുവെ ഒരു ഇച്ചിരി നാർസിസ്റ്റ് ആണ്. നമുക്ക് എവിടെയെങ്കിലും ഒരു വഴിയിൽ യാത്ര പോകുന്ന ഒരു ഡിസോർഡർ അല്ല, അത് ഉപയോഗിക്കാൻ പോകുന്ന വാക്കാണ്. അങ്ങനെയേ മനുഷ്യന് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് എല്ലാ മനുഷ്യരും ജീവിക്കുന്നത്. എല്ലാ മനുഷ്യനും ലോകത്തെ അളക്കുന്നതിന്റെ അളവെന്ന് പറയുന്നത് അവനവനാണ്. അവനവനെ വെച്ചിട്ട് അവനവൻ ഭൂമിയുടെ നടുക്ക് നിൽക്കുന്നു എന്ന് കരുതിയിട്ടാണ് ചുറ്റും എപ്പോഴും അളക്കുന്നത്. അങ്ങനെ പറ്റൂ. അത് ബോധപൂർവം ചെയ്യുന്നതല്ല, അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷെ അതൊരു ഡിസോർഡർ ആണ് ശരിക്കും. അല്ല, ജീവികൾ പോലും അങ്ങനെയാണ്. അങ്ങനെ പറ്റൂ. നിങ്ങളിപ്പോ ഇവിടെ പടയുന്നൊരു ശബ്ദം കേട്ടാൽ നിങ്ങൾ ഓടുക, എല്ലാവരും രക്ഷിക്കും, നമുക്ക് പോകാന്ന് പറയാൻ പറ്റും. നമ്മൾ റിഫ്ലക്സിൽ നമ്മള് നാർസിസ്റ്റാണ്. നമ്മൾ അവനവനെ രക്ഷിക്കാനേ നോക്കുള്ളൂ. അവനവനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതെങ്കിലും ഒരു വഴിയിൽ നിങ്ങൾ വെറുതെ ഒരു കണ്ണാടി ഫിറ്റ് ചെയ്ത് അവിടുത്തെ നടത്തത്തിന്റെ സ്പീഡ് കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നടന്നു പോകണം, അവിടെ നോക്കും, ഒന്ന് ശരിയാക്കും, പിന്നെ നിൽക്കും. അങ്ങനെ നിൽക്കും. ലിഫ്റ്റ് കയറിയാൽ കണ്ണാടി ഉണ്ടെങ്കിൽ 8 or 10 നില പോയാലും നമുക്ക് അവനവനെ കണ്ടോണ്ട് നിൽക്കാൻ പറ്റും. എന്തിനാണ് ലിഫ്റ്റ് കണ്ണാടി വെച്ചിരിക്കുന്നത്? അല്ല, അതിന്റെ കഥ എനിക്കറിയാം. പറയൂ. കഥയുണ്ട്. ഇവിടെ അല്ല, ന്യൂയോർക്ക് സിറ്റിയിൽ നടന്നൊരു കഥയാണ്. ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണ്. അവിടെ ഇതുപോലെ ഒരു എലിവേറ്റർ ഉണ്ടായിരുന്നു. പക്ഷെ കുറെ നാളുകൾക്ക് ശേഷം അതിന്റെ ഫംഗ്ഷനിങ് ഭയങ്കര സ്ലോ ആയിട്ട് അവിടുത്തെ ടെനൻസ് ഒക്കെ കംപ്ലൈന്റ് ചെയ്തു. അപ്പോൾ ഒരു അർജന്റ് മീറ്റിംഗ്, ഇതിനൊരു സൊല്യൂഷൻ വേണ്ടിയിട്ട് ഒരു അർജന്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അതിൽ കുറെ സ്റ്റാഫ് എല്ലാവരും ഉണ്ടായിരുന്നു. അതിൽ ഒരു വളരെ യങ് ആയിട്ടുള്ള സൈക്കോളജി പഠിച്ചൊരു ആള്. അപ്പൊ ബേസിക്കലി ബോറടിയാണ് റീസൺ ഉണ്ടായിരുന്നത്. അപ്പോൾ ഹീ കെയിം വിത്ത് എ സൊല്യൂഷൻ. ലൈക്ക് ഇതിന്റെ ലിഫ്റ്റിന്റെ ഉള്ളിൽ ഒരുപാട് മിറേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ തന്നെ ആസ്വദിച്ചുകൊണ്ട് നീങ്ങുമ്പോ ആ സമയം പോകുന്നത് അറിയില്ല. അങ്ങനെയാണ് ലിഫ്റ്റിന്റെ ഉള്ളിൽ മിറേഴ്സ്. മനസ്സിലായല്ലോ? കഥയാണ്. കഥാന്ന് രചന പറഞ്ഞിട്ടല്ലേ പറഞ്ഞത്? അങ്ങനെയും ഒരു കഥ ഉണ്ട്. ശരിക്കും തന്നെയാണ്. ഇതിന്റെ ശാസ്ത്രീയമായ വശം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ക്ലസ്ട്രോഫോബിയ എന്ന് പറയുന്ന അസുഖമുണ്ട്. ഇത് ചെറുതായിട്ട് നിൽക്കുമ്പോ, ചെറിയ സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ അവനൊരു ഭയം വരും. ഈ സ്ഥലം ചെറുതാന്ന് തോന്നുന്നു. 4 ഭാഗത്തും മിറർ വരുമ്പോ ഇതിങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് 4 ഭാഗത്തേക്ക് സ്ഥലം ഉള്ളതുപോലെ തോന്നും. ഒന്നത്. 2 ലിഫ്റ്റുകളുടെ 2 സൈഡിലും ഈ നമ്മൾ കയറുന്നതിന്റെ 2 സൈഡിൽ ഒരു 1.5 അടി വീതം സ്ഥലമുണ്ട്. അവിടെ ഒരാൾ ഇങ്ങനെ ഒളിച്ചു നിന്നാൽ നമ്മൾ ഡോർ തുറക്കുന്ന സമയത്ത് നമുക്ക് അകത്ത് വേറൊരാളുണ്ട്, കാണാൻ പറ്റൂല. അകത്തെ ഫുൾ വിസിബിലിറ്റിക്ക് വേണ്ടിക്കും ഈ ഭയം പാടുന്നതിനും കൂടിയിട്ടാണ് പിന്നീട് ഈ ന്യൂയോർക്കിലെ സംഭവത്തിന് ശേഷം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ നമ്മുടെ എപ്പിസോഡ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് നമുക്ക് ഒരുപാട് കണ്ടന്റ്സ് വരാനുണ്ട്. അപ്പൊ അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റുകളിലേക്ക് പോവാം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഈ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി ചിത്രങ്ങളിൽ നല്ല രസകരമായ റോൾസ് ചെയ്ത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായി മാറിയിരിക്കുന്ന ശ്രീ സുബീഷ്. സുബീഷ് വരുമ്പോ അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ഞാൻ പറയണമല്ലോ. സുബീഷ് നമ്മൾ ഒരുപാട് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ, വലിയ വലിയ വേഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും സുബീഷ് ഇന്ന് വരുന്നതിന്റെ പ്രസക്തി എന്ന് പറയുന്നത് സുബീഷ് നായകനായ ഒരു സിനിമ വരികയാണ്. അതിന്റെ കഥ മുഴുവൻ ഞാൻ കേട്ടതാണ്. ഒരു ഡേറ്റ് പ്രശ്നം കൊണ്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റാതെ പോയൊരു സിനിമയാണ്.
ഗംഭീര വിഷയമാണ്. നല്ല രസമുള്ള, നർമ്മമുള്ള, ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അപ്പൊ സിനിമയുടെ പേര് സുബീഷ് തന്നെ പറയൂ. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം. അടിപൊളി പേര്. മാർച്ച് ആദ്യം റിലീസ് ആവുകയാണ് അല്ലേ സിനിമ? അത് മാർച്ച് 1-ാം തീയതി. പിന്നെ ആരൊക്കെയുള്ളത് ഈ പോസ്റ്ററിൽ ഇപ്പൊ ആരൊക്കെയുള്ളത്? ഷെല്ലി ഉണ്ട്. അതെ. പിന്നെ ഷെല്ലി എന്ന് പറയുന്നത് നമ്മുടെ മിന്നൽ മുരളിയില് അഭിനയിച്ച ഷെല്ലി ഉണ്ട്. പിന്നെ 96 എന്ന് പറയുന്ന വിജയ് സേതുപതിയുടെ ഗൗരിജി കിഷൻ. പിന്നെ നമ്മളെ ജാഫർ കെ ഉണ്ട്, ജാഫർ ഇടുക്കി. അജു വർഗീസ് ഉണ്ട്. ലാൽ ജോസ് സാർ ആദ്യമായിട്ട് ഒരു മുഴുനീള ക്യാരക്ടർ ചെയ്യുന്നു. പിന്നെ ഹരീഷ് കണാരൻ, അങ്ങനെ കുറെ അത്യാവശ്യം കാസ്റ്റ് ഉണ്ട്. ഇതാരാ ഡയറക്ട് ചെയ്തിരിക്കുന്നത്? ടി.വി. രഞ്ജിത്ത്. അതെ. അദ്ദേഹം കുറെ പടത്തിൽ അസോസിയേറ്റ് ആയിരുന്നു. അപ്പോ ആദ്യമായിട്ടാണ് ഇൻഡിപെൻഡന്റ് ആവുന്നത്. സുബീഷ് സുധി വടക്കൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്. വടക്കൻ കേരളത്തിൽ നമ്മൾ ഷൂട്ടിങ്ങിന് പോയാൽ സുബീഷ് അഭിനയിക്കാത്ത സിനിമകളിലും ഒരു സജീവ സഹകരണം കൊടുക്കുന്ന ഒരാളാണ് സുബീഷ് എന്ന് പറയുന്നത്. ഞാൻ സലീമേട്ടന്റെ കൂടെയൊക്കെ, സലീമേട്ടന് ഞാനൊക്കെ ചില പരിപാടിക്കൊക്കെ അവിടെ പോയിട്ടൊക്കെ ഉള്ളപ്പോൾ സുബീഷിന് അമ്മ നല്ല മീൻകറി ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് ഒരു 8-10 പാത്രങ്ങളിൽ നമ്മുടെ റൂമിൽ കൊണ്ട് ചില മീൻകറികളുമായിട്ട് വരിക. പിന്നെ സുബീഷ് അത്യാവശ്യം നല്ല പിടിപാടുള്ള ആളാ. നമ്മള് വിചാരിക്കുന്ന ആളൊന്നും അല്ല. എല്ലാ രഹസ്യങ്ങളും പറയാൻ പാടില്ല. ഭയങ്കര പൊളിറ്റിക്സിലൊക്കെ നല്ല പിടിപാടുള്ള ചില കാര്യങ്ങൾ. ഞാൻ എന്റെ പഞ്ചവർണ്ണത്താത്ത ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു പെർമിഷൻ വേണം. അത് എനിക്ക് തോന്നുന്നു ഏതോ ബിവറേജോ എന്തോ ഷൂട്ട് ചെയ്യണം. അപ്പൊ അതിന് പെർമിഷൻ വേണം. അപ്പൊ ഇവരുടെ കൺട്രോളർമാരൊക്കെ അതിന്റേതായ വഴിക്ക് നോക്കുമ്പം രമേഷ് ഏട്ടാ എന്താ എന്ന് ചോദിച്ചു. ഞാൻ എടാ എന്റെ ഷൂട്ടിങ്ങിന്റെ പെർമിഷൻ നാളത്തേക്ക് റെഡി. ഫോൺ എടുക്കുന്നു, തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിക്കുന്നു, കാര്യങ്ങൾ റെഡിയാക്കുന്നു. ഞാനൊരു രമേശ് ചേട്ടനെ പറ്റി ഒരു കോമഡി പറയട്ടെ. രമേശ് ചേട്ടൻ എന്റെ 2 കോമഡി, ഞാൻ ഉണ്ടാക്കിയ കോമഡി രമേശ് ചേട്ടൻ പല സ്ഥലത്ത് വിറ്റിട്ടുണ്ട്. ഏതൊക്കെയാണ് അത് ഒരാളെ വ്യക്തിപരമായി ബാധിക്കുന്നതുകൊണ്ട് ഞാൻ പറയില്ല. പ്രളയകാലത്തുണ്ടായ ഒരു കോമഡി ഞാൻ ഉണ്ടാക്കിയതാണ്. അയ്യോ അത് ഞാൻ വിറ്റിട്ടുണ്ട്. അത് വിറ്റിട്ടുണ്ട്. അതൊന്ന് പറയോ? രമേശ് ചേട്ടൻ പറയാൻ പറ്റില്ല. അല്ല ഇതിപ്പോ എല്ലാം പറഞ്ഞു. അല്ല, പ്രളയകാലത്ത് കോമൺ ആയിട്ട് ഒരു ഞങ്ങളുടെ സുഹൃത്ത് ഒരു ആൽബം ചെയ്തു. അപ്പൊ ആൽബം ചെയ്തിട്ട് അത് യൂട്യൂബിൽ ഇട്ട ശേഷം അതിലൊരു കമന്റ് വന്നു, ഈ ആൽബത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ വരുമാനവും ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കും. കാരണം യൂട്യൂബിൽ ഒരു ആൽബം ഇട്ട് അതിൽ നിന്നൊരു വരുമാനം കിട്ടുക എന്നൊക്കെ പറയുന്നത് എവിടെയോ കിടക്കുന്ന കാര്യമാണ്. നിസ്സാര വ്യൂസേ ഉള്ളൂ ഈ ആൽബത്തിനും. അപ്പൊ ഇങ്ങനെ ഒരു കമന്റ് ഇട്ട ശേഷം അതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇവന് ഞാൻ ഇങ്ങനത്തെ ചില കാര്യങ്ങളിലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രമേശ് ചേട്ടാ അപ്പം എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി വിദേശത്ത് എങ്ങാണ്ട് പോയി, ഷാർജയിൽ പോയിട്ടുണ്ട്. അപ്പം പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് ഇവിടെ പോയപ്പം ഷാർജയിൽ പോയപ്പം അവരവിടുന്ന് 8-10 കോടി രൂപ പിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു വേണ്ട, എനിക്കിപ്പോൾ ആൽബത്തിൽ നിന്ന് പൈസ കിട്ടിയിട്ടുണ്ട്, ഇനിയൊരു വെള്ളപ്പൊക്കം വരുവാണെങ്കിൽ ഞാൻ ആവശ്യം വരുവാണെങ്കിൽ ഞാൻ ചോദിക്കാം അപ്പൊ തന്നാ മതി, ഇപ്പൊ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പൈസ ആൽബത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവൻ എന്നോട് പറഞ്ഞു. ഞാൻ അതിന്റെ കോപ്പി അന്ന് ഞാൻ ഏതോ ലൊക്കേഷൻ നിൽക്കും അപ്പൊ തന്നെ കോപ്പി അടിച്ച് വിറ്റ് കുറെ കോപ്പി പോയി. അത് നീ പറഞ്ഞ സത്യമാണ്. എന്തായാലും നമ്മുടെ ഷോയിൽ ഭാഗമാകാൻ വന്നതിൽ ഒരുപാട് സന്തോഷം. ചേട്ടന സീറ്റിലേക്ക് പോവാം. ഓക്കെ, അല്ല എന്തായാലും ഈ കാണിക്കുന്നത് ശരിയാണോ? എന്താണ്? അല്ല നമ്മൾ ഒരു സംഭവം ചെയ്യാന്ന് വെച്ചാൽ എന്റെ പിഷാരടി ഇവർ ഈ കാണിക്കുന്നത് ശരിയാണോ? സുബീഷോ? അല്ല ആരാ സുബീഷോ എന്നറിയാണോ? നമസ്കാരം. കാര്യമല്ല പറഞ്ഞ, അതായത് ഞാൻ പറഞ്ഞുതരാം രചന മോളെ, മക്കളെ എല്ലാം മൊഞ്ചത്തിലാണല്ലോ. നമ്മുടെ വീരാനിക്കേണ്ടില്ലേ, നമ്മുടെ ചായക്കട മാറി നമ്മളൊരു ഹോട്ടൽ തുടങ്ങിയില്ലേ, അപ്പൊ ഈ ഹോട്ടലിന്റെ മാർക്കറ്റിംഗ് ഒന്ന് ഡെവലപ്പ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഒരു ബ്ലോഗറെ വിളിച്ചോണ്ട് വന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ അതൊക്കെയാണ്. ഈ ബ്ലോഗർ വന്നിട്ട് അവൻ 3 കുഴിമന്തി കഴിച്ചു. അതുകൂടാണ്ട് ഷഹായി ചിക്കൻ അത് ഇത് എല്ലാം കൂടി പിന്നെ കുറെ പാഴ്സലും കൊണ്ടുപോയി അവൻ. എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് അവൻ കുറെ ഏതാണ്ടൊക്കെ ഷൂട്ടിങ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കാശ് ചോദിച്ചപ്പോ പറയാണ്, കാശാ ബ്ലോഗർമാര് ശരിക്കും പൈസ കൊടുക്കാറില്ല, ഇതിന് കാശ് അങ്ങോട്ട് കൊടുക്കണോ? അയ്യോ, അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് 1500 രൂപ മേടിച്ചിട്ട് അവൻ പോയി കളഞ്ഞു. പിറ്റേ ദിവസം ഞാൻ അവൻ്റെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയപ്പോൾ 100 സബ്സ്ക്രൈബേഴ്സും ഉണ്ട്, 150 ലൈക്കും ഉണ്ട്, 350 ഹോട്ടലിൽ നിന്ന് അവന് ഊണും കഴിച്ചിട്ടുണ്ട്. ശരി, എന്നാ പിന്നെ ഇന്നത്തെ പണി തുടങ്ങാം. അപ്പോ കണ്ടസ്റ്റൻസിനെ വിളിക്കുന്നു. ലെറ്റ്സ് വെൽക്കം കാവ്യ, ശ്രീനിവാസ് ആൻഡ് മഹേശ്വരി.
സ്വാഗതം. കാവ്യ, സുഖല്ലേ? സുഖം, അടിപൊളി. കാവ്യ, ന്യൂ ലുക്ക് ആണല്ലോ. അതെ, വെറൈറ്റി ലുക്ക്. ചേച്ചി സുഖാണോ? സുഖാണോ? സുഖാണോന്ന് എന്നോടാണ്. അല്ല, എനിക്ക് സുഖാണ്. എവിടുന്ന് വരുന്നു? ഞാൻ തേവയ്ക്കൽ എന്ന് പറയുന്ന അത് പിന്നെ പൂക്കാട്ടുപടി റൂട്ട് കേട്ടിട്ടുണ്ടോ? എറണാകുളം ജില്ലയിൽ തന്നെ തേവയ്ക്കൽ എന്ന ഒരു നയനമനോഹര ഒരു ഗ്രാമമാണ് എന്റെ തേവയ്ക്കൽ ഗ്രാമം. വീട്ടില് എനിക്ക് ഹസ്ബൻഡ്, പിന്നെ 2 മക്കളാണ്. മോന്റെ പേര് സജേഷ്, മോളുടെ പേര് ശ്രീജ. അപ്പൊ ഇന്നത്തെ ആരാണ് ആദ്യം പെർഫോം ചെയ്യണമെന്ന് അറിയാൻ അല്ലേ? കഥ ഓർക്കാം. അപ്പം 3 സിനിമകളുടെ കഥ ഒരുമിച്ച് ചേർത്തിട്ട് ഒറ്റ കഥയായിട്ടാണ് പറയണത്. ഏതൊക്കെ സിനിമകളാണെന്ന് പറയണം. ശ്രദ്ധിച്ചേക്ക. കാവുംപാട്ടെ കുറുപ്പന്മാരുടെ കോളേജിൽ ശിപായിയായി ജോലി കിട്ടിയാണ് ശിവശങ്കരൻ ആ നാട്ടിലേക്ക് വരുന്നത്. കുറുപ്പന്മാരുടെ ഒരേ ഒരു പെങ്ങൾ കുഞ്ഞുലക്ഷ്മിയോട് ശിവശങ്കരന് പ്രണയം. ഇതറിഞ്ഞ കുറുപ്പന്മാർ അവനെ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടു. കുഞ്ഞുലക്ഷ്മിയെ ഞാൻ വിവാഹം കഴിച്ചിരിക്കുമെന്ന് നാട്ടുകാരൊപ്പം ചേർന്ന് അയാൾ വെല്ലുവിളിക്കുന്നു. എന്നാൽ നായകൻ്റെ ഈ ഇഷ്ടം അറിയാതിരുന്ന അമ്മ ശിവകാമി ദേവി തൻ്റെ മകൻ പൽവാൽ ദേവനുമായി നായികയ്ക്ക് കല്യാണം ആലോചിക്കുന്നു. ഇതറിഞ്ഞ നായകൻ നായികയെ സ്വന്തമാക്കി തൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും അധികാരങ്ങളും വേണ്ടെന്ന് വെച്ച് സാധാരണക്കാരനായി കൊട്ടാരം ഉപേക്ഷിച്ച് ഗ്രാമവാസികൾക്കൊപ്പം താമസമാക്കുന്നു. തൻ്റെ മകൾ മരുമകനുമൊത്ത് ചേരിയിലാണ് താമസമെന്നറിഞ്ഞ നായികയുടെ അച്ഛൻ കുമാർ കുബേര ചേരിയിൽ ചെന്ന് മകളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നായകൻ്റെ വീട്ടിലെത്തുമ്പോഴാണ് കോടീശ്വരനായ മാട്ടുപ്പെട്ടി മഹാദേവന്റെ മകനല്ല തൻ്റെ മരുമകനെന്നും മാട്ടുപ്പെട്ടി ചന്തയിലെ നമ്പർ 1 കൂലിയാണെന്നും അയാൾ ചതിക്കപ്പെടുകയാണെന്നും തിരിച്ചറിയുന്നു. 3 സിനിമയാണ്. ഏതൊക്കെ സിനിമകളാണ്? നിങ്ങൾ 2 പേരിൽ ആരൊക്കെ പറയാനാ പ്ലാൻ? ഒരു സിനിമ എനിക്ക് തോന്നുന്നു മാട്ടുപ്പെട്ടി മച്ചാനാണ്. അത് ഭയങ്കര പാടാണ് കണ്ടുപിടിക്കാൻ, എന്നാലും അത് കണ്ടുപിടിച്ചു. രണ്ടെണ്ണം എനിക്ക് മനസ്സിലായിട്ടില്ല. കാവ്യ, രണ്ടെണ്ണോ മനസ്സിലായത്. ഒന്ന് മാട്ടുപ്പെട്ടി മച്ചാനും പിന്നെ ഒന്ന് ബാഹുബലിയും. ആദ്യത്തേത് മനസ്സിലായി. അത് സുബീഷ് പറയൂ, ആദ്യത്തെ സിനിമ ഏതാന്നുള്ളത്. ഇതേ ചോദ്യം രമേശേട്ടൻ നേരത്തെ ചോദിച്ചാൽ ഒന്നും കൂടി ശ്രദ്ധിച്ചേനെ. ഞാൻ വേറൊരു ലോകത്തായി പോയി. അല്ല, ഞാൻ പറഞ്ഞാലും ഉത്തരവുണ്ട്. നമ്മളിപ്പോ വിശേഷങ്ങൾ പറഞ്ഞല്ലോ. പിന്നെ ഒരു പുരത്തെയാണ്. ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിലൊക്കെ. എനിക്ക് കിട്ടി. ശരി, ഡയാന പറ. അപ്പൊ ഇനി ആദ്യത്തെ പെർഫോമൻസ് ഡയാനയുടെ. അപ്പൊ തമ്മിൽ കൂടുതൽ പറഞ്ഞത് കാവ്യാണ്. അതുകൊണ്ട് കാവ്യ ഫസ്റ്റ് പെർഫോമൻസ്. അപ്പൊ നമുക്ക് അങ്ങോട്ട്